BJPയുടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല സിനിമയ്ക്ക്. വെറുതെ കട്ട് ചെയ്ത് നശിപ്പിക്കുന്ന എന്തിനാ? ഡീഗ്രഡേഷൻ ഒന്നുമില്ല. എന്തിനാ കട്ട് ചെയ്യണേ? കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് എന്ത് കാര്യം? നല്ല പടം നല്ല പോലെ കാണണ്ടേ? മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഉള്ളത് പോലെ കാണണം. അല്ലാണ്ട് വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ്. ഇതൊക്കെ ചുമ്മാ BJP താല്പര്യം. കട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദമായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതായത് സിനിമ എടുക്കുമ്പോൾ അവരാരും വിമർശിക്കുന്നില്ല. ഇവർക്ക് എന്താ വിമർശനം? എന്താണെന്ന് ഒരു ഇതില്ല, സെറ്റപ്പ് അല്ല. എന്തോ അടിപിടി അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ ലൂസിഫർ തിയേറ്ററിൽ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നാളെ അറിയാം ഇനി എന്തൊക്കെ ഇതിൽ കട്ട് ചെയ്യുമെന്ന്. സൂപ്പർ കേട്ടോ, അടിപൊളി, സൂപ്പർ. ഇഡിയുടെ അന്വേഷണ ഏജൻസികളെ എല്ലാം തുറന്നു കാണിക്കുന്നുണ്ട്. കൊള്ളാം, നല്ല പടം, കുഴപ്പമില്ല. ഇച്ചിരി ലാഗുണ്ട്, പക്ഷെ എന്നാൽ പോലും BJPയുടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല സിനിമയ്ക്ക്. വെറുതെ കട്ട് ചെയ്ത് നശിപ്പിക്കുന്ന എന്തിനാ? നല്ല രീതിയിൽ പോയാൽ നല്ലതല്ലേ? ഏതാ ഡീഗ്രഡേഷൻ ഒന്നുമില്ല. എന്തിനാ കട്ട് ചെയ്യണേ? കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് എന്ത് കാര്യം? നല്ല പടം നല്ല പോലെ കാണണ്ടേ? മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഉള്ളത് പോലെ കാണണം. അല്ലാണ്ട് വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ്. ഇതൊക്കെ ചുമ്മാ BJP താല്പര്യമില്ല. കൊള്ളാം, കുഴപ്പമില്ല. പറയാനില്ല. കുഴപ്പമില്ല. എന്തൊരു കഥ എന്താണ് ഒന്നും അറിഞ്ഞുകൂടാന്ന്. എന്താണെന്ന് ഒരു ഇതില്ല, സെറ്റപ്പ് അല്ല. എന്തോ അടിപിടി അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഭയങ്കര ഫൈറ്റിങ് മാത്രമേ ഉള്ളൂ, വേറെ കാര്യത്തോട്ടില്ല. ഫൈറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. നോ കമൻസ്. ഇല്ല, ഒരു റീസൺ ഇല്ല. ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങളാണ് കാണിച്ചത്. ഇത് ജനങ്ങൾ അറിയണം. മനസ്സിലായില്ലേ? എന്താ കട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദമായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ സിനിമയുടെ കണ്ടാൽ മതി. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതായത് സിനിമ എടുക്കുമ്പോൾ അവരാരും വിമർശിക്കുന്നില്ല. ഇവർക്ക് എന്താ വിമർശനം? നല്ല സിനിമയായിരുന്നു, സൂപ്പറായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അയ്യോ കൊള്ളാം, സൂപ്പർ. എടുത്ത് പറയാനായിട്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിങ് ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ മ്യൂസിക് കുറച്ചും കൂടെ ലാലേട്ടൻ വന്ന സീനിലൊക്കെ കുറച്ചും കൂടെ നന്നായിരുന്നെങ്കിൽ ബെറ്ററായിരുന്നു. നല്ല പടമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ഞാൻ ലൂസിഫർ തിയേറ്ററിൽ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു. അത് അവരല്ലേ തീരുമാനിക്കുന്നത്. ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോരുത്തരുടെ തോന്നലാണ് അതൊക്കെ. കൊള്ളാം, നല്ല സൂപ്പർ സിനിമ, അടിപൊളി. ലാലേട്ടനും വൃത്തിയൊക്കെ സൂപ്പർ, നല്ല മൂവി. കൊള്ളാം, കുഴപ്പമില്ല. ബ്രോ, കേരളത്തിൻ്റെ ലൂസിഫർ ആരായിരിക്കും? പിന്നെ മൂവി ബെസ്റ്റ് ആയിരുന്നു. ഇതിൽ കട്ട് ചെയ്യാനൊക്കെയാണെങ്കിൽ ബോറായിരിക്കും. ഇങ്ങനെ തന്നെ കാണിച്ചാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഇനിയിപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കേരളത്തിൻ്റെ ലൂസിഫർ ആരായിരിക്കുന്നു. പിന്നെ മൂവി കൊള്ളായിരുന്നു. ഇനി ഇതിൽ കട്ട് ചെയ്താൽ പിന്നെ ബോറാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം നമുക്ക് നാളെ തൊട്ട് കാണാം. അപ്പം ബോറാവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പടത്തിന് അധികം ഡിഗ്രേഡൊന്നുമില്ല, വേൾഡ് ക്ലാസ് ആയിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പം നാളെ അറിയാം ഇനി എന്തൊക്കെ ഇതിൽ കട്ട് ചെയ്യുമെന്ന്. അടിപൊളിയായിരുന്നു.